ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ കൂമ്പാരത്തിന് യാതൊരു മാറ്റവുമില്ലാതെ തുടരുകയാണ് ഇപ്പോഴും. ജോയിയുടെ മരണശേഷവും സ്ഥലത്ത് മാലിന്യം കുമിഞ്ഞുകൂടിയിരിക്കുന്നു. TV പ്രസാദ് ചേരുന്നു കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി. പ്രസാദ്, ആമയിഴഞ്ചാൻ തോടിനെ ജോയിയുടെ മരണത്തിന് ശേഷം നമ്മൾ പലകുറി പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതം തന്നെ പ്രസാദ് തന്നെ പലതവണ വിവരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നോക്കൂ, ജോയിയുടെ അമ്മയ്ക്ക് ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോയ ആ സ്ത്രീക്ക് ഒരു വീട് ഒരുങ്ങുമ്പോഴും ഇപ്പുറത്ത് ഇനി പുതിയ ജോയിമാരെ കാത്തിരിക്കുന്ന ഒരു തലസ്ഥാന നഗരത്തിലെ ഒരു തോട്, പ്രധാനപ്പെട്ട ഒരിടം മാലിന്യ കൂമ്പാരങ്ങൾ നിറഞ്ഞിരിക്കുകയാണോ പ്രസാദ്? ഉറപ്പായും റോഷ്നി, സംസ്ഥാനത്തെ മാലിന്യ ദുരന്തത്തിന്റെ ഒരു രക്തസാക്ഷിയാണ് ജോയി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ മനുഷ്യൻ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് കാൽ വഴുതി ഈ വെള്ളത്തിലേക്ക് അങ്ങ് പൂണ്ടുപോയത്. മാലിന്യത്തിന്റെ ഇടയിലേക്ക് താഴ്ന്നു പോവുകയായിരുന്നു. റോഷ്നി നേരത്തെ പറഞ്ഞതുപോലെ 46 മണിക്കൂറിന് ശേഷം ജോയിയെ പുറത്തടക്കുമ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് ഇനിയെങ്കിലും ഈ മാലിന്യമല ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതിൽ കോർപ്പറേഷനെ മാത്രം നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. തിരുവനന്തപുരം നഗരത്തിലെ നഗരവാസികളുടെ വേസ്റ്റാണ് ആമയിഴഞ്ചാൻ തോട് പേറിയത്. കഴിഞ്ഞ ജൂലൈയിലാണ്, 2024 ജൂലൈയിലാണ് ജോയ് എനിക്ക് പിറകിൽ കാണുന്ന ഇവിടെ വീഴുന്നത്. ഈ സ്ഥലം തിരുവനന്തപുരത്തെ തമ്പാനൂർ KSRTC സ്റ്റാൻഡിൽ നിന്നൊരു 100 മീറ്റർ മാത്രമാണ് ബാക്കിയുള്ളത്. ഇവിടെ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിന്റെ ചുവരാണ് ഈ കാണുന്നത്. ഈ വീണ സ്ഥലത്ത് ഇപ്പോൾ മാലിന്യമില്ല, നമുക്ക് കാണാം. പക്ഷേ അതിൻ്റെ ഇപ്പുറം മാലിന്യം ഒഴുകി വന്ന് നിറഞ്ഞു കിടപ്പുണ്ട്. റെയിൽവേയോട് ചേർന്നുള്ള ഈ ഭാഗത്ത് ഈ വേലിക്കെട്ടിൻ്റെ അടിയിലൂടെ വന്ന് ഇവിടെ നിൽപ്പുണ്ട്. അതേ ഭാഗത്തേക്ക് നമുക്ക് പോയാൽ ആമയിഴഞ്ചാൻ തോട് ഒഴുകി വരുന്ന ഈ ഭാഗത്ത് അന്ന് ജോയി ഇവിടെ വീഴുന്ന സമയത്ത് എത്രയാണോ ഉണ്ടായത് അതിൻ്റെ അളവോ അതല്ലെങ്കിൽ അതിൽ കൂടുതലോ ആണ് ഇപ്പോഴും മാലിന്യം ഇവിടെ ഉള്ളത്. ലക്ഷക്കണക്കിന് രൂപയുടെ പദ്ധതി നടപ്പിലാക്കി, ഒരുപാട് CCTV ക്യാമറകൾ സ്ഥാപിച്ചു, ഒരുപാട് ഫെൻസിങ് സ്ഥാപിച്ചു. ഇനിയും ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ആരും വേസ്റ്റ് ഇടരുത് എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു. വലിയ തോതിലുള്ള പരിശോധനകൾ ഉണ്ടായി. പക്ഷേ അതൊന്നും ഈ നഗരവാസികൾ കേൾക്കുന്നേയില്ല എന്നുള്ളതാണ്. പ്ലാസ്റ്റിക് കുപ്പികളും അതുപോലെ ഭക്ഷണം പാർസൽ വാങ്ങിയതിൻ്റെ പ്ലാസ്റ്റിക് കൂടുകളും ഹെൽമെറ്റുകളും തുണികളും എന്നു വേണ്ട വീട്ടിലുപയോഗിക്കുന്ന സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാം ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഇങ്ങനെ തള്ളി നീക്കുകയാണ്. ഇപ്പോഴും ഇതുവഴി കടന്നു വരുന്ന വെള്ളം നമുക്ക് നോക്കാം റോഷ്നി. ഇതാ നല്ല ആഴമുള്ള തോടാണ് ഈ തോടിലെ മുമ്പ് JCB ഇറക്കി പൂർണ്ണമായി ക്ലീൻ ചെയ്തതിൻ്റെ വിഷ്വൽ നമുക്ക് മുമ്പിലുള്ളതാണ്. ആ സ്ഥലത്താണ് ഇപ്പോൾ മാലിന്യം കൂടിയിരിക്കുന്നത്. അതിൻ്റെ മുകളിലൂടെയാണ് ഈ വെള്ളം ഇപ്പോൾ ഒഴുകുന്നത്. ഈ വെള്ളം ഒഴുകിയെത്തുന്ന ഈ സ്ഥലത്ത് ഇവിടെ ഒരു റെയിൽവേയുടെ ഭാഗവും കോർപ്പറേഷൻ്റെ ഭാഗവും വേർതിരിക്കാനുള്ള ഒരു വേലിയുള്ളത് കൊണ്ടാണ് ഇവിടെ ഇതിങ്ങനെ തങ്ങി നിൽക്കുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഒഴുകിപ്പോകുമായിരുന്നു. സ്ഥിരം ഇതെടുത്തു മാറ്റാൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഇപ്പോഴിതാ ജോയിക്ക് പുതിയ വീട് തയ്യാറാക്കിയിട്ടുണ്ട്. പുതിയ വീടിൻ്റെ താക്കോൽദാനം അല്പസമയത്തിനകം നിർവഹിക്കും. വളരെ അഭിനന്ദിക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷനെ. പക്ഷേ നല്ല വീട് ജോയിയുടെ അമ്മയ്ക്ക് കൊടുക്കുമ്പോഴും ജോയി വീണ ആ മാലിന്യത്തോട് അതേപോലെ തുടരുകയാണ് എന്നുള്ളതാണ് സങ്കടത്തോടെ നമുക്കിവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് റോഷ്നി. ഇതാണ് ഇപ്പോഴുള്ള ആമയിഴഞ്ചാൻ തോടിന്റെ അവസ്ഥ. TV പ്രസാദാണ് അവിടെ നിന്നും വിശദീകരിച്ചത്.